നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കാർഡിൻ്റേതാണ്. KSRTCയുടെ ഒരു ട്രാവൽ കാർഡാണ്. ഇത് നേരത്തെ തന്നെ KSRTC ഇറക്കിയിരുന്നതാണ്. അതുകൊണ്ട് ഒരു 2 വർഷത്തോളം ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് പുതിയ കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ KSRTCയുടെ ട്രാവൽ കാർഡാണ് ഇത് പുതിയതാണ്. ഇതിന് 100 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലഭിക്കും. പിന്നെ ഇത് നമുക്ക് ടോപ്പപ്പ് ചെയ്യണം. അപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്നത് കാർഡിൻ്റെ വിലയാണ്. പിന്നീട് നമുക്കിത് ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാർഡ് നമുക്ക് ലഭിക്കുന്നത് KSRTC സ്റ്റേഷനുകളിൽ നിന്ന്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവുകളിൽ നിന്ന്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളിൽ നിന്ന്, കണ്ടക്ടർമാരിൽ നിന്ന് നമുക്ക് ഈ ഒരു കാർഡ് ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ KSRTCയിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നമുക്ക് അവർ തരും. അപ്പോൾ ഈ കാർഡിന് നമ്മൾ 100 രൂപ കൊടുക്കണം. പിന്നീട് ടോപ്പപ്പും ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് രേഖകളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല. ഒന്നും കൊടുക്കണ്ട. നമ്മൾ പൈസ കൊടുക്കുക, കാർഡ് മേടിക്കുക, അത്രയുമാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കാർഡിൻ്റെ റേറ്റ് പറഞ്ഞ് 100 രൂപയാണുള്ളത്. നമുക്ക് 3000 രൂപ വരെ ഈ ഒരു ഒരു രക്ഷയില്ല. കാക്ക ഭയങ്കര ശല്യമാണ്. അത് ഓടിച്ചു വിട്ടിട്ട് പോകുന്നില്ല. അത് നമ്മൾ പറഞ്ഞത് 3000 രൂപ വരെ ഇത് ടോപ്പപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 40 രൂപ ബോണസായിട്ട് ലഭിക്കും. 2000 രൂപയ്ക്ക് ചെയ്യുവാണെങ്കിൽ 100 രൂപ ബോണസായിട്ട് ലഭിക്കും. അപ്പോൾ 2000 രൂപയ്ക്ക് നമ്മൾ ടോപ്പപ്പ് ചെയ്യുവാണെങ്കിൽ 100 രൂപ, ഈ കാർഡിൻ്റെ പൈസ ആ ബോണസായിട്ട് അങ്ങ് മാറി കിട്ടും. മനസ്സിലായില്ലേ? കാർഡ് ഓൾറെഡി 100 രൂപയാണ്. അപ്പോൾ ആ 100 രൂപ നമ്മുടെ ഇതിൽ ടോപ്പപ്പ് ആവില്ല, കാർഡിൻ്റെ ആക്ടിവേഷൻ്റെ ചാർജാണ്. അപ്പോൾ തുടക്കത്തിലായതുകൊണ്ടാണ്, തുടക്കത്തിൽ 2000 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് 40 രൂപ ബോണസും 2000 രൂപയ്ക്ക് 100 രൂപ ബോണസും ഈ ഒരു കാർഡ് വഴി നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെലവപ്പ് വഴിയും, പിന്നെ എന്തിനാണ് നമ്മുടെ കണ്ടക്ടറെ കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് ടോപ്പപ്പ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ മറ്റുള്ള കൂട്ടുകാർക്കും അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടും. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പ്രയോജനമെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ചില്ലറയുടെ ഒരു പ്രശ്നം. ഈ ചില്ലറ പ്രശ്നം എല്ലാ ബസ്സുകളെയും, പ്രൈവറ്റിനെ ആണെങ്കിലും KSRTC ആണെങ്കിലും എപ്പോഴും ബാധിക്കുന്നൊരു കാര്യമാണ് ചില്ലറയുടെ ഒരു പ്രശ്നം. ആ ചില്ലറയുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ട്രാവൽ കാർഡ്. നമുക്കറിയാം, മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാർഡുകളൊക്കെ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതിന് കണ്ടക്ടർമാർ പോലും വേണ്ട, സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് വളരെയേറെ താമസിച്ചിട്ടുണ്ടെന്നത് സത്യം തന്നെയാണ്. എങ്കിലും അത് വരുമ്പോൾ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് ആദ്യമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്താണ് ഇറങ്ങിയത്. ആ സമയത്ത് സിറ്റി സർവീസുകളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കുറേ കൂടെ ഒരു നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റൈലായിട്ടൊരു കാർഡാണ്. ബാക്കിലായിട്ട് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കുറച്ച് പൊതുഗതാഗതം തിരഞ്ഞെടുപ്പിന് നന്ദി എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാർഡ് ലഭിക്കുന്നത്. കണ്ടക്ടർ വഴി നമുക്ക് കാർഡ് ലഭിക്കും, KSRTC സ്റ്റേഷനുകളിൽ ലഭിക്കും. നമുക്ക് റീചാർജ് ചെയ്യാൻ ചിലവപ്പ് വഴി ചെയ്യാം, അതുപോലെ തന്നെ കണ്ടക്ടറെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാലൻസ് അറിയുന്ന കാര്യം കൂടെ നമുക്ക് പറയാം. ബാലൻസ് അറിയുന്ന, നമ്മളിപ്പോൾ യാത്ര ചെയ്യുവാണെങ്കിൽ കാർഡ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിൽ തന്നെ ടിക്കറ്റ് ചാർജ് കാണിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കാർഡിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുകൂടി കാണിക്കും. അത് നമുക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ഈ ഒരു കാർഡ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. നമ്മുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് യാത്ര ചെയ്യാനും സാധിക്കും. അതൊരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് മിസ്യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ കാർഡ് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വല്ലതും ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനത് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുള്ളവർ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും. KSRTCയുടെ ഡിജിറ്റലൈസേഷൻ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെലവപ്പുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു കാർഡ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റായിട്ട് കുറേയേറെ ചെലവുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകളുണ്ട്. പക്ഷേ KSRTC ഇപ്പോൾ പുതിയതായിട്ട് അവതരിപ്പിച്ചതിൽ ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാർഡാണ് നമ്മൾ കയ്യിലിരിക്കുന്നത്. മെയിനായിട്ട് ചില്ലറ എന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആണ് ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു ട്രെയിനിലൊക്കെ കയറുന്ന സമയത്ത്, ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് UTS ആപ്പ് വഴി ടിക്കറ്റ് വന്നപ്പോൾ എന്തുമാത്രം ഉപകാരപ്പെട്ടെന്ന്. നമ്മൾ ജനറൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ട്രെയിനൊക്കെ വരുന്ന സമയത്ത്, ഓടി ചെല്ലുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ വളരെ വലിയ ക്യൂ ആയിരിക്കും. ആ സമയത്തൊക്കെ UTS ആപ്പ് ഉള്ള സമയത്ത് നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മൊബൈലിൽ തന്നെ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ എന്തുമാത്രമാണ് നമുക്ക് ലൈഫിൽ പ്രയോജനപ്പെട്ടതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ KSRTC നമ്മൾ പറഞ്ഞ റൂട്ടിന് ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആപ്പുകളും
ഒക്കെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അല്പം പുറകിലാണെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. ആ മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതിനെ നമ്മളും പ്രോത്സാഹിപ്പിക്കണം. അത് അധികാരികൾ തുടർന്ന് പോവുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെയേറെ താമസമാണെങ്കിലും നമ്മളും ഇപ്പോൾ അതിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മളെയും കൂടെ അറിയിക്കണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മളെ ട്രാവൽ ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്, നമ്മളെ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയ സമയത്ത് ഒരു ചെറിയ വീഡിയോ ആക്കി മറ്റുള്ളവർക്ക് പെടുമെങ്കിൽ പെടട്ടെ എന്നോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേയേറെ പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടായിരിക്കാം. നല്ല ഭാഗങ്ങളും കാണും, ചീത്ത വശങ്ങളും കാണും. എന്താണെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ അവരതൊക്കെ പരിഹരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കണ്ടക്ടർമാർക്കായാലും ലഭിക്കുമെങ്കിലും കണ്ടക്ടർമാർക്കാണെങ്കിലും ഇത് വിൽക്കുന്നവർക്കും 10 രൂപ കമ്മീഷനുണ്ട് കേട്ടോ. കണ്ടക്ടർമാരുടെ കയ്യിലൊക്കെ കുറച്ച് കാർഡുകളെ കാണത്തുള്ളൂ. നിങ്ങളൊന്ന് ചോദിച്ച് നോക്കുക. എങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചില്ലറ കരുതിയേക്കും ക്യാഷ്. അഥവാ എന്തെങ്കിലും വർക്കാവാതെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകല്. നമുക്കറിയാം UPI ആപ്പൊക്കെ ചില സമയത്തൊക്കെ പണി മുടക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വരുവാണെങ്കിൽ എനിക്കറിയില്ല, ആണെങ്കിൽ കയ്യിൽ ക്യാഷ് കൂടെ വെച്ചേക്കുക. നല്ലൊരു മാറ്റത്തിനൊക്കെ തുടക്കമാവട്ടെ എന്ന് നമുക്ക് കരുതാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.